കേട്ടോ മോത്തിബായി, പിതാശ്രീ സമ്മതിച്ചിരിക്കുന്നു. എന്ത് കാര്യത്തിന്? അതിർത്തിയിലുള്ള ക്ഷേത്രത്തിൽ പോകാൻ പിതാശ്രീ നമുക്ക് അനുമതി തന്നിരിക്കുന്നു. ഇന്ന് നിനക്ക് ഒരിടത്തും പോകാൻ കഴിയില്ല ജോധ. ഇന്ന് നിന്റെ ജന്മദിനമാണ്. അതിഥികളെല്ലാവരും ഇവിടെ ആമറിലല്ലേ ഉള്ളത്. നീ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ. പക്ഷെ അമ്മേ, എനിക്ക് പോകണം. വാശി പിടിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിർവരമ്പുകൾ എന്താ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണോ? അതിർവരമ്പുകൾ എല്ലാവർക്കുമുണ്ട്. പക്ഷേ നാം സ്ത്രീകൾക്ക് അത് കൂടുതലാണ്. നമ്മൾ രാജപാത പിന്തുടരേണ്ടവരാണ്. രാജപാത പിന്തുടരേണ്ടത് പ്രജകളാണ്. റാണി രാജാവിന്റെ കൂടെയാണ് ഉണ്ടാവേണ്ടത്. ജോധായോട് പറഞ്ഞു ജയിക്കാൻ ആർക്കും കഴിയില്ല. നൈനാവതി, അവളെ പോകാൻ അനുവദിക്കൂ. അങ്ങും ഇവളുടെ പേര് ജോധ എന്നല്ല, വാശിക്കാരി എന്നാണ് ഇടേണ്ടത്. പറഞ്ഞു കൊടുത്താലും. സൂര്യാസ്തമയത്തിന് മുൻപ് വരണമെന്ന്. ഓ, ഒരു കൂട്ട സൈനികർ നിനക്ക് അകമ്പടി ഉണ്ടാകും. ഇപ്പോൾ നീ ഇത് എന്തോർത്താണ് വിഷമിക്കുന്നത്? ശകുനിബായി വരുന്നുണ്ട്. വളരെ നാളുകൾക്ക് ശേഷം നമ്മുടെ മകളുടെ ഭാവി പ്രവചിക്കാൻ. അറിയില്ല അവരെന്താണ് പറയാൻ പോകുന്നതെന്ന്. വിധി അവൾക്കായി കരുതി വച്ചത് എന്തായിരുന്നുവെന്ന് ജോധയും അറിഞ്ഞില്ല, നൈനാവതിയും അറിഞ്ഞില്ല. തന്റെ മകൾ ജോധയുടെ ഭാവിയെ ഓർത്ത് നൈനാവതി ആശങ്കയിലായിരുന്നു. കാരണം ഇന്ന് ശകുനിയമ്മ ജോധയുടെ ഭാവി പ്രവചിക്കാൻ പോകുന്നു. ഇന്ന് ജോധയുടെ ജന്മദിനം മാത്രമായിരുന്നില്ല, അവളും ഒരു പുതുജന്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ യാത്ര അവളുടെ ജീവിതഗതി തന്നെ മാറ്റിമറിക്കാൻ പോകുന്നു. ഈ ഒരു ദിവസത്തേക്ക് മാത്രമല്ല, ഇനിയുള്ള അവളുടെ ജീവിതം മുഴുവൻ. ജോധയുടെ ജീവിതകഥയുടെ ആദ്യഘട്ടം ഇവിടെ നിന്ന് തുടങ്ങുന്നു. ഈ പല്ലക്ക് അവളെ ക്ഷേത്രത്തിലേക്കായിരുന്നില്ല, അവളുടെ ഭാവിയിലേക്കാണ് എത്തിച്ചത്. ജൂത വരൂ. ഇവർ ആരാണ്? ഇത് മുഗൾ സേനയാണ്.
ദേവിയുടെ ആടയാഭരണങ്ങൾ മോഷ്ടിക്കാനായി എത്തിയതാണ്. മുഗൾ സേന ഇവിടെ എത്തിയത് മുതൽ നമ്മുടെ ക്ഷേത്രങ്ങൾ ഒന്നൊന്നായി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ഞങ്ങളെപ്പറ്റി വിചാരപ്പെടാതെ പോയി ദേവി വിഗ്രഹം സംരക്ഷിക്കൂ. എന്നോട് ക്ഷമിച്ചാലും എനിക്ക് കുമാരിയെ വിട്ട് എങ്ങോട്ടും പോകാനാവില്ല. നമ്മുടെ ആജ്ഞ ധിക്കരിക്കാനും ആകില്ല. പോകൂ. മാറി നിൽക്ക്. ദേവിയുടെ ആഭരണങ്ങൾ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല. മോത്തിബായി, ഈ ആഭരണങ്ങൾക്കൊപ്പം ഞങ്ങൾ നിന്നെയും കൊണ്ടുപോകും. മോത്തിബായി, താങ്കൾ ചെന്ന് മോത്തിബായിയെ രക്ഷിക്കൂ. അല്ലെങ്കിൽ ആ വാളെങ്കിൽ തരൂ, ഞാൻ പോകാം. ജോധ, കുമാരി ഇവിടെ നിൽക്കൂ, ഞാൻ അവരെ രക്ഷിച്ചോളാം. മോത്തിബായി, എന്നെ വിടൂ. എന്നെ വിടൂ. ജോധ, എന്നെ വിടൂ. രക്ഷിക്കൂ. ഈ സേനയുടെ അധിപൻ ആരാണ്? മുഗൾ സേനയ്ക്ക് ഒരു അധിപനേ ഉള്ളൂ, പാഷ ജലാലുദ്ദീൻ മുഹമ്മദ്. ദൂതന്മാർ സന്ദേശവുമായി എത്തി. മുഗളന്മാരുടെ സൈന്യം രാജകൊട്ടാരത്തിനടുത്തെത്തിയിരിക്കുന്നു. ജലാലിന്റെ കണ്ണ് നമ്മുടെ അമീറിലാണ്. മുഗളന്മാർ നമ്മുടെ ക്ഷേത്രവും ധർമ്മസ്ഥലവും നശിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരെ തടയാൻ സാധിക്കില്ല എന്നാണോ? അവർക്ക് ശക്തമായ സൈന്യമാണുള്ളത്. രജപുത്രന്മാർക്കിടയിൽ ഐക്യവുമില്ല. നമുക്ക് അക്കാര്യത്തിലാണ് ഭയം. നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസം മുഗളന്മാർ അറിയാനിടയായാൽ പിന്നെ അവർ അമീറിനെ ആക്രമിക്കുന്നതിൽ ഒരു മടിയും കാണിക്കില്ല. അങ്ങെന്താ പറയുന്നേ? മുഗളന്മാരെ തടയാൻ ഒരു മാർഗമില്ല എന്നാണോ? അവരെ തടയാൻ ആർക്കുമാകില്ല. ജലാലിന്റെ ഉടവാളിന് വായുവിനെ പോലും പിളർക്കാനാവുമെന്നാണ് അറിയുന്നത്. അയാളുടെ പ്രബലരായ സൈനികർ അയാളെപ്പോലെ തന്നെ ശക്തിശാലികളാണ്. അവർ ഒന്നിനെയും ഭയപ്പെടാറില്ല. മരണത്തെയോ ശത്രുക്കളെയോ നമ്മുടെ വിശ്വാസങ്ങളെയോ. പറയാറുണ്ട് അവരുടെ കണ്ണിൽ ജീവന് യാതൊരു വിലയുമില്ലെന്ന്. മരണത്തെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അവർ ചെകുത്താന്റെ പ്രതിരൂപങ്ങളാണ്. അവർക്ക് ഹൃദയമൊന്നൊന്നില്ല. ഒരുപാട് രാജാക്കന്മാർ പോരാടാതെ തന്നെ അവർക്കെല്ലാം അടിയറവ് വച്ചു. മേനാവതി, നാം ഇപ്പോൾ ആശിക്കുന്നു അയാളെ നേരിടാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടാവുമെന്ന്. നമ്മുടെ രാജകുലത്തിന്റെ അഭിമാനം ഉയർത്തിക്കാണിക്കാൻ സാധിക്കുന്ന ആ ദ്രോഹിയുടെ ശിരസ് മണ്ണിൽ വീഴ്ത്താൻ കഴിവുള്ള ആരെങ്കിലും. ഈ മണ്ണിലാണ് നാം ജനിച്ചത്. ഈ മണ്ണ് തൊട്ട് നാം സത്യം ചെയ്യുന്നു. അവൻ ആരായാലും ശരി ദേവിമാതാ, അവൻ അവിടുത്തെ വസ്ത്രമാണ് അഴിച്ചെടുത്തിരിക്കുന്നത്. നാം അയാളുടെ തല അറുത്ത് കൊണ്ടുവരും. ഈ രാജ്യത്തിലെ ഓരോ അണുവും എന്റേത് മാത്രമായി തീരും. ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ സ്വർണവും ഇവിടുത്തെ സൗന്ദര്യവും എല്ലാം എന്റേതായി തീരും. ഈ രാജകുലത്തിന്റെ നാശം കാണണം ഖാൻ ബാബ. ഇൻഷാ അല്ലാ നടക്കും, അങ്ങനെ തന്നെ നടക്കും. ഇന്ന് വരെ എല്ലാവരും രാജകുലത്തിന്റെ ആദിത്യഭാവമാണ് കണ്ടിട്ടുള്ളത്, അവരുടെ ശൗര്യമല്ല. മുഴുവൻ ഭാരതത്തെയും സ്വന്തമാക്കണമെന്ന ആഗ്രഹം സൂക്ഷിക്കുന്ന ജലാലുദ്ദീന്റെ പാദങ്ങൾ ഈ രാജവംശത്തിലും തീർച്ചയായും എത്തും. ഒരു സ്ത്രീയായിരുന്നിട്ട് നീ എങ്ങനെ പോരാടും? എങ്ങനെയാ അയാളെ നേരിടാൻ പോകുന്നത്? നിനക്ക് എങ്ങനെയാണ് അയാളുടെ ശിരസ് ഛേദിക്കാൻ കഴിയുക? നമുക്കറിയാം, ലോകം സ്ത്രീയെ അബലയായാണ് കാണുന്നത്. എന്നാൽ അവളുടെ ചിന്തകൾ നിസ്സഹായതയുള്ളവയല്ല. നാം സമ്മതിക്കുന്നു, ആ ചെകുത്താന്റെ ശിരസ് ദേവി മാതാവിന്റെ പാദത്തിൽ സമർപ്പിക്കുന്നത് എളുപ്പമാകില്ലെന്ന്. എന്നാൽ എന്റെ ഈ പ്രതിജ്ഞയിൽ ദേവി മാതാവ് നമ്മോടൊപ്പം ഉണ്ടാകും. കാരണം ദേവിയും ഒരു സ്ത്രീയാണ്. പിന്നെ ചരിത്രം ഇത് തെളിയിച്ചിട്ടുള്ളതുമാണ്. എവിടെയൊക്കെ സ്ത്രീയുടെ അഭിമാനം നഷ്ടപ്പെട്ടോ, അത് നഷ്ടപ്പെടുത്തിയവരുടെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അയാൾക്കും അത് സംഭവിക്കും, ആ ജലാലിനും. അങ്ങ് കേൾക്കുന്നില്ലേ ഖാൻ ബാബ? അമീർ എന്നെ വിളിക്കുകയാണ്.
എനിക്കറിയില്ലായിരുന്നു ഏത് കഥയ്ക്കാണോ തുടക്കം കുറിക്കുന്നത്. ഇതാണ് അതിലേക്കുള്ള വഴിയെന്ന്. എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ആരംഭിച്ച ഈ കഥ അതിന്റെ അവസാനം എന്താകുമെന്ന്. കുമാരി ജ്യോത, എന്തു പറ്റി മോത്തിബായ്? എന്തു പറ്റി മോത്തിബായ്? മോത്തിബായ് തീ കൊളുത്തി മരിക്കാൻ പോകുന്നു. എന്താ മോത്തിബായ്? മോത്തിബായ്, മോത്തിബായ്, എന്താണ് നീ കാണിച്ചത്? എന്നെ വിടൂ, എന്നെ വിടാനല്ലേ പറഞ്ഞത്? എന്നെ മരിക്കാൻ അനുവദിക്കൂ, എന്നെ വിടാനല്ലേ പറഞ്ഞത്? എന്നാൽ ശരി, നാമം നിന്നോടൊപ്പം കത്തി അമരാം. അങ്ങനെ ചെയ്യരുത്. ജീവിച്ചാലും ഒരുമിച്ച്, മരിച്ചാലും ഒരുമിച്ച്. വേണ്ട. ജ്യോത, ജ്യോത, എന്തിനാ എന്തിനാ നീ ഇതൊക്കെ ചെയ്തത്? നിനക്ക് ഇങ്ങനെ സ്വയം അവസാനിപ്പിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഞാൻ എന്താ പറയേണ്ടത്? എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഇവിടെ ആരും എന്നെ സ്വന്തമായി കാണില്ല. ആരും എന്നെ ജീവിക്കാനും അനുവദിക്കില്ല. അതുമല്ല, ജീവിക്കാൻ ഇനി യാതൊരു അവകാശവുമില്ല. പിന്നെ എന്തിനാ ഞാൻ ജീവിക്കുന്നത്? എന്നെ മരിക്കാൻ അനുവദിക്കൂ. എനിക്ക് മരിക്കണം. നീ ഇത്ര മാത്രം ചിന്തിക്കാത്തത് എന്താ? നിന്റെ ജ്യോത ജീവനോടെ ഉണ്ട്. നിനക്കെന്താ നിന്റെ ജ്യോതയ്ക്ക് വേണ്ടി ജീവിച്ചുകൂടെ? മോത്തിബായ്, മോത്തിബായ്, സൂക്ഷിച്ച്. പാപം ചെയ്തത് അവൻ, അതനുഭവിച്ചത് നീയും. ഇതിലെന്താണ് ന്യായം? മതി മോത്തിബായ്, മതി. ഇനി കത്തി അമരുന്നുണ്ടെങ്കിൽ അത് പാപമായിരിക്കും. അവനായിരിക്കും നിന്നെ സ്പർശിച്ച ആ ദുഷ്ടൻ. മുഗളന്മാരുടെ പാപഭാരം വർദ്ധിച്ചിരിക്കുന്നു. അതിവിടെ ഈ രാജവംശത്തിന്റെ മുൻപിൽ വച്ച് അവസാനിക്കും. നീ കണ്ടോളൂ. അവൻ മരിക്കുമ്പോൾ അവന്റെ ശരീരത്തിലിടാൻ ഒരു തരി മണ്ണും ഉണ്ടാകില്ല, ഇരിക്കാൻ അഗ്നിയും.
എന്താ കാര്യം ജലാൽ? ആരോ എന്റെ പാദരക്ഷകൾ മോഷ്ടിച്ചിരിക്കുന്നു. പാദരക്ഷ മോഷ്ടിച്ചെന്നോ? അത് നന്നായി. എല്ലാ ദോഷവും വന്നതുപോലെ പാദരക്ഷയ്ക്കൊപ്പം പോയി. പാദരക്ഷ കളവ് പോയാൽ ദോഷം മാറുമെന്ന് പറയാറുണ്ട്. എന്നാൽ ആ സമയം എന്റെ തന്നെ ആയിരുന്നില്ലേ? എന്റെ സമ്മതമില്ലാതെ എനിക്ക് സ്വന്തമായുള്ളത് ഒന്നും കൊണ്ടുവന്ന് എനിക്ക് ഇഷ്ടമല്ല. ഇനി അതെന്റെ ജീവനായാലും പാദരക്ഷകളായാലും. ആരെങ്കിലും എന്റെ പാദരക്ഷകളിൽ കാലുവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ഒരു സംശയം, ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും നീ അയാളെ മാത്രം എങ്ങനെയാണ് കണ്ടെത്തുക? അങ്ങയുടെ ബുദ്ധി എപ്പോ പ്രവർത്തിക്കും? എല്ലാവരും വരി വരിയായി നിൽക്കൂ. അങ്ങനോട് ചോദിക്കുമായിരുന്നില്ലേ ഖാൻ ബാബ, ഞാൻ എന്റെ കാലുകളിൽ സുഗന്ധലേപനം പുരട്ടുന്ന എന്തിനാണെന്ന്? എന്റെ ആ ശീലം ഇന്ന് എനിക്ക് ഉപയോഗപ്രദമാകും. ഇവരിൽ ആരെങ്കിലും എന്റെ പാദരക്ഷകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ സുഗന്ധലേപനം പുരണ്ടു കാണും. അതാണ് മാർഗം. പ്രഭു, ഞാൻ അങ്ങയുടെ ചെരുപ്പുകൾ എടുത്തിട്ടില്ല പ്രഭു. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ അങ്ങയുടെ പാദരക്ഷകൾ മോഷ്ടിക്കുമോ? സത്യമായും ഞാൻ മോഷ്ടിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ പാദരക്ഷകൾ നിനക്ക് സ്വന്തം. അഥവാ കള്ളമാണ് പറയുന്നെങ്കിൽ നിന്റെ തല എനിക്ക്. പ്രഭു, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇവൻ എന്നെക്കാളധികം എന്റെ പാദരക്ഷകളെ സ്നേഹിക്കുന്നു ഖാൻ ബാബ. ഇത് നിനക്ക് ഇഷ്ടമാണല്ലേ? എടുത്തോളൂ. പക്ഷെ ഇതിനു പകരമായി ഞാൻ നിന്റെ കാലുകൾ എടുക്കും. വേണ്ട ഷഹൻഷാ, ഇനി ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. ഷഹൻഷാ, ഷഹൻഷാ എന്നോട് മാപ്പാക്കണം. എനിക്ക് മാപ്പ് തരൂ ഷഹൻഷാ. കണ്ടില്ലേ എല്ലാവരും? സൂക്ഷിച്ചോളൂ. അഥവാ ആരെങ്കിലും ജലാലിൽ നിന്നും എന്തെങ്കിലും മോഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം അവനിൽ നിന്നും അവന്റെ ലോകം തന്നെ തട്ടിയെടുക്കും. ഇനി ഇയാൾ അതേ മസ്ജിദിന്റെ പുറത്തിരുത്തു. അവിടെ വരുന്നവരുടെ എല്ലാം പാദരക്ഷകളുടെ കാവൽക്കാരനായി. ഇതുകൂടി വെച്ചോളൂ. ഈ പാദരക്ഷകൾ കാണുമ്പോഴൊക്കെ സ്വന്തം കാലുകളെ കുറിച്ച് ഇയാൾ ചിന്തിക്കും. അപ്പോൾ ഇയാൾ മറ്റുള്ളവരോട് ഈ അനുഭവം വിവരിക്കും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കും ഈ ജലാൽ ആരാണ്. ജലാലിന് ഒരു സാധാരണക്കാരന്റെ കാലുകൾ ഭേദിച്ച് തന്റെ തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കുക എന്ന ഉദ്ദേശമായിരുന്നു. എന്നാൽ ജോധയ്ക്ക് മോത്തിഭായിയുടെ കണ്ണുനീരിന് കണക്കു പറയലും. ജോധ അമീറിലേക്ക് എത്തി. അവിടെ ശകുനിഭായി ഭാവി പ്രവചിക്കാൻ വരികയായിരുന്നു. ശകുനി ഭായി വരുന്നുണ്ട്. വായ് തുറന്നാൽ എന്തെങ്കിലും പ്രവചനം നടത്തും. അവർ വാ തുറന്നപ്പോഴൊക്കെ എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ട്. നോക്ക്, യക്ഷിയെ കണ്ടോന്ന് പറഞ്ഞില്ലേ? ദേ വരുന്നുണ്ട്, കണ്ടോളൂ. യക്ഷയുടെ കാലുകൾ തിരിഞ്ഞല്ലേ ഇരിക്കേണ്ടത്, പക്ഷെ ഇവരുടേത്. മിണ്ടാതിരിക്ക. അവരെങ്ങാനും കേട്ടാ ശാപം തരും. പിന്നെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. അറിയില്ല അമീറിന്റെ ഭാവി ഇനി എന്തായി തീരുമെന്ന്. നോക്കി നിങ്ങളുടെ ജീവൻ എടുക്കും. മുഖത്ത് നോക്കി വായിച്ചെടുക്കും. വരാൻ പോകുന്ന സമയം ഈ ശകുനിബായി മുൻകൂട്ടി കാണുന്നുണ്ട്.